Christ in you, Christ in you, Christ in you. യുവജനമേ ഉണരൂ, നവഗണമായുയരൂ, യേശുവിൻ തിരുമാറിൽ ചേർന്ന് സ്നേഹം നുകർന്നിടൂ. യുവജനമേ ഉണരൂ, ആത്മാവിൽ ഉയരൂ, വരദാന ഫലത്തിൻ വർണ്ണക്കൊടികൾ പാരിൽ ഉയർത്തിടൂ. രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞൊരുങ്ങണം, നീതിയുടെ കവചം ധരിച്ചു പോരിനൊരുങ്ങണം, വചനമീതല വാഴെടുത്തിടണം, ദുഷ്ടനെ ജയിക്കാം വിശ്വാസ പരിചയ യുദ്ധവീരൻ യേശുവിൻ കൂടെ അണിചേർന്നിടണം. Christ in you, Christ in you, Christ in you. Christ in youth. ഒരു 33-കാരൻ്റെ യാത്ര അത് ചെന്ന് അവസാനിക്കുന്നത് ഒരു കുടുംബത്തിലാണ്. ആ കുടുംബത്തിൽ ആതിഥേയത്വം വഹിക്കുന്ന 2 പേർ. ഒരാളുടെ പേര് മർത്ത, മറ്റേയാളുടെ പേര് മറിയം. മർത്ത ഇങ്ങനെ പരിചരിക്കുകയാണ്, മറിയം ഇങ്ങനെ കാൽച്ചുവട്ടിൽ ഇങ്ങനെ സ്നേഹം കൊണ്ട് നിൽക്കുന്നു. ആ ദിവസം ഭക്ഷണമൊക്കെ സ്വീകരിച്ച് ആ 33-കാരൻ വീട്ടിൽ നിന്നും ഇറങ്ങി യാത്ര തുടർന്നു. വീട്ടിൽ അതിഥിയായി കടന്നു വന്നവൻ ഒരാളുടെ മനസ്സിൽ നിന്ന് പോയില്ല. അങ്ങനെ കാൽച്ചുവട്ടിലിരുന്ന മറിയത്തിൻ്റെ മനസ്സിൽ നിന്നും ഈ 33-കാരൻ പോയില്ല. അവസാനം അവൻ കുരിശിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ആ മനസ്സിൽ നിന്ന് കയറിയവൻ ഇറങ്ങിപ്പോകാത്തത് കൊണ്ട് മാത്രം കുരിശിന് ചുവട്ടി നിന്ന ചുരുക്കം ആളുകളുടെ പേരിൽ മറിയം എന്ന പേര് കൂടി ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ സ്നേഹം അനുഭവിച്ച് ഇന്നും കുരിശിനോട് ചേർന്ന് യാത്ര തുടരുന്ന ഒരു പറ്റം യുവജനങ്ങളാണ് ഇന്ന് ക്രൈസ്റ്റ് ഇൻ യൂത്തിൽ നമ്മളോടൊപ്പം ഉള്ളത്. ലെറ്റ്സ് വെൽക്കം ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലെ എബൈഡ് യൂത്ത് മിനിസ്ട്രി ടീം. It's a great thing to serve the Lord. It's a great thing to serve the Lord. Walking in the light of the Lord. Walk, walk, walk in the light. Walk, walk, walk in the light. Walk, walk, walk in the light. Walking in the light of the Lord. Walk, walk, walk in the light. Walk, walk, walk in the light. Walk, walk, walk in the light. Walking in the light of the Lord. Walk, walk, walk in the light. Walk, walk, walk in the light. Walk, walk, walk in
Christ in youth. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഈ നിമിഷം ഞങ്ങളോട് സംസാരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഇപ്പോൾ ഞങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ വചനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഗ്രഹിക്കാൻ ആവശ്യമായ കൃപ നൽകണമേ. ആമേൻ. നമുക്ക് ഈ സമയം വചനം ശ്രവിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ദൈവം സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാം പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർത്തിയാവുകയും ചെയ്യും. ദൈവം സ്നേഹമാണ്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം ഇന്നറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. അതെ, ദൈവം സ്നേഹമാണ്. ഈ സമയം നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാം. ദൈവത്തിനോടുള്ള സ്നേഹം ഞാനെന്നറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ദൈവത്തിനോടുള്ള സ്നേഹം ഞാനെന്നറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. സ്നേഹമായ ദൈവമേ, ഈ നിമിഷം അങ്ങയുടെ സ്നേഹത്താൽ നിറയുവാനായി ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്. നീർച്ചാൽ തിടുന്ന ഒരു മാൻപേടയെ പോലെ ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിനായി ഞങ്ങൾ ഓരോരുത്തരും ദാഹിക്കുന്നു. നീർച്ചാൽ തേടും മാൻപേട പോലെ മഴ കാക്കും വേഴാമ്പൽ പോലെ ഈശോയെ നിൻ മാറിൻ ചൂടിൽ ഞാൻ അങ്ങേ സ്നേഹം മാത്രം ദാഹിപ്പൂ. നീർച്ചാൽ തേടും മാൻപേട പോലെ മഴ കാക്കും വേഴാമ്പൽ പോലെ ഈശോയെ നിൻ മാറിൻ ചൂടിൽ ഞാൻ അങ്ങേ സ്നേഹം മാത്രം ദാഹിപ്പൂ.
യു ഈശോയെ. ഇനിയുള്ള എൻ്റെ ജീവിതം അങ്ങേ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് എൻ്റെ സർവസ്വമാകണമേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Christ in youth. ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം മിഥ്യയാണ്, വർത്ത്ലെസ് ആണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹം ഉള്ളിൽ സ്വീകരിച്ചാൽ പിന്നെ ആ വ്യക്തി എരിയുന്ന ഒരു തീക്കട്ടയാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹം ഉള്ളിൽ സ്വീകരിച്ച യൂത്ത് ഐക്കൺ സോണിയെ നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കാൻ ക്ഷണിക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സോണി. ഞാൻ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലെ ഒരു അബേഡ് പ്രേക്ഷിതനാണ്. ഞാൻ ദൈവത്തിൻ്റെ സ്നേഹം അറിയാനുണ്ടായ ആ സാഹചര്യവും അറിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ചെറിയ വയസ്സിൽ ഈശോയുടെ നല്ല അടുപ്പത്തിലായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലെ ചേച്ചിയുമായിട്ട് ഒരുമിച്ച് പള്ളിയിലേക്ക് പോകുന്നതും ചേച്ചിയുടെ കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ വളരുന്നതനുസരിച്ചിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വലിയൊരു അകൽച്ച ഉണ്ടായി. അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അറിയാതെ തന്നെ ആ ഒരു അകൽച്ച കൂടിക്കൊണ്ടിരുന്നു. ശരിക്കും ദൈവത്തിനായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് ഞാൻ മറ്റു പലതിനുമാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. എൻ്റെ കൂട്ടുകെട്ടിനും മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഞാൻ വളരെയധികം പ്രാധാന്യം കൊടുത്തപ്പോഴേക്കും ഞാൻ ഈശോയെ അന്വേഷിക്കാൻ മറന്നുപോയി. എനിക്ക് ചെറുപ്പത്തിലേ മുതൽ അധികം ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടാകാനായിട്ട് ഞാൻ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ കൂടെ എപ്പോഴും അവരുടെ താല്പര്യത്തിനൊത്ത് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയാനുള്ള അവസരങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. പിന്നീട് ഞാൻ വളർന്നു വന്നിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടക്കാതെ വന്നപ്പോഴേക്കും ഞാൻ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്താണ് എനിക്ക് ദൈവത്തെ പറ്റിയുള്ള ചിന്ത ഉണ്ടായതും ഞാൻ ഈശോയിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കിയതും. ആ സമയത്ത് എനിക്ക് മനസ്സിലായി, എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാം ശരിക്കും എന്നെ സ്നേഹിക്കുന്നവരാണോ അതോ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ സ്നേഹിക്കുന്നതാണോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലെ അബേഡ് ധ്യാനം പങ്കെടുക്കുന്നത്. ആ ധ്യാനത്തിൽ എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ദൈവത്തെ ഒരു വ്യക്തിയായിട്ട് എനിക്ക് കൂടുതൽ അനുഭവിച്ചറിയാൻ വേണ്ടി പറ്റി. അതായത് ഞാൻ ഇത്രയും നാളും ദൈവത്തെ അറിയാതെ നടന്ന ആ സമയത്ത് പോലും ഈശോ എൻ്റെ കൂടെ ഉണ്ടായി എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് ആ സമയത്ത് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ പിന്നീട്
എന്നെ ഇത്രയും സ്നേഹിച്ച ഈശോയ്ക്ക് വേണ്ടി തിരിച്ച് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു തോന്നലായി എൻ്റെ മനസ്സിൽ. അതിന് എനിക്കറിയില്ല ഏത് വഴിയിലൂടെയാണ് ഞാൻ ഈശോയുടെ ആ സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത്. പ്രാർത്ഥനയിലൂടെ പ്രകടിപ്പിക്കുന്നുണ്ട്, പക്ഷേ അപ്പോഴും ഞാൻ മാത്രമേ മാറിയിട്ടുള്ളൂ. എനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് വീണ്ടും പഴയ സാഹചര്യങ്ങളിലേക്ക് പോകാൻ എനിക്ക് വലിയ പ്രലോഭനങ്ങൾ ഉണ്ടായി തുടങ്ങി. അപ്പോൾ ഞാൻ വീണ്ടും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനായി ഒരു മാർഗം കണ്ടെത്തിയതാണ് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ തന്നെ അബേഡ് ശുശ്രൂഷയിൽ പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ കണ്ടുകൊണ്ടിരുന്നത് എന്നെപ്പോലെ തന്നെ കുറേ യുവതി യുവാക്കന്മാർ അവിടെ ജോലിയോ അവരുടെ പഠനമോ അതിനിടയിൽ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ട് സന്തോഷം കണ്ടെത്തുന്നത് ഞാൻ കണ്ടു അവിടെ. അപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം തോന്നിയതുകൊണ്ട് ഞാനും അവരുടെ കൂടെ ചേർന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി ഈശോയ്ക്ക് വേണ്ടി. ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇത്രയും നാൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സന്തോഷങ്ങൾ അത് ശരിക്കുള്ള സന്തോഷമായിരുന്നില്ല, അതെൻ്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളാണെന്നുള്ളത്. പിന്നീട് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലെ അബേഡ് ധ്യാനത്തിലൂടെ ഞാൻ യുവതി യുവാക്കന്മാർക്കും വേണ്ടി അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ, അവരെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ ശരിക്കുള്ള സന്തോഷം ഞാൻ കണ്ടെത്താൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഓരോ യുവതി യുവാക്കന്മാരും അവരെ ഞാൻ കാണുന്നത് എന്നെ തന്നെയാണ്, പഴയ എന്നെ തന്നെയാണ് ഞാൻ അവരിലൂടെ കണ്ടുകൊണ്ടിരുന്നത്. അവരുടെ അവസ്ഥകൾ കാണുമ്പോൾ പഴയ എന്നെ ഞാൻ ഓർക്കും. അപ്പോൾ അവർക്ക് വേണ്ടി സ്നേഹത്തോടെ അവരെ കൂട്ടുപിടിച്ച് അവരെ ചേർത്ത് പിടിച്ച് അവരെ ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു സ്നേഹം എൻ്റെ ഉള്ളിൽ ഈശോ നിറച്ചു തന്നു. അത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പല യുവതി യുവാക്കന്മാരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കാനായി എനിക്ക് സാധിച്ചത് ഈ പറഞ്ഞ അബേഡ് മിനിസ്ട്രിയിലൂടെയാണ്. ഈ മിനിസ്ട്രിയിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം കൂടുതൽ അനുഭവിച്ചറിയുകയാണ് ഞാൻ ചെയ്തത്. എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ അനുഭവിച്ചിരുന്ന ആ സ്നേഹം വീണ്ടും എനിക്ക് അനുഭവിക്കാനുള്ളൊരു അവസരം ഉണ്ടായത് അബേഡ് മിനിസ്ട്രിയിലൂടെയാണ്. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞതിന് ശേഷം പിന്നീട് അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുക എന്നുള്ള ചിന്ത മാത്രമായി എന്നിലേക്ക്. ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചു. പൂർണ്ണമായിട്ടും ശുശ്രൂഷയിലേക്ക് തിരിഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുവാൻ തുടങ്ങി. അപ്പോൾ അതിലൂടെ കുറേ യുവതി യുവാക്കന്മാരുടെ മാനസാന്തരങ്ങളും അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങളും ഞാൻ കാണുന്നതിലൂടെ എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന സന്തോഷം വേറെ എങ്ങുമല്ല, ഇത് തന്നെയാണെന്നുള്ള ആ കാര്യം എനിക്ക് വ്യക്തമായി മനസ്സിലായി. പല പ്രേക്ഷിതരും അവിടെ അവരുടെ മറ്റു കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് അവർ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് എനിക്ക് വളരെ പ്രചോദനമായിരുന്നു. ഞാൻ എനിക്ക് ഈ അവസരം കിട്ടിയതിനോടും എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ കിട്ടിയ ഒരു അവസരത്തിനോടും ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. എല്ലാവർക്കും അതിനുള്ളൊരു അവസരം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. Christ in youth. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? അവൻ സ്നേഹിക്കപ്പെടണമെന്ന തോന്നലായിരിക്കും. ആ സ്നേഹം നഷ്ടമായി കഴിയുമ്പോൾ, താൻ സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് തോന്നിക്കഴിയുമ്പോൾ അവൻ സ്നേഹത്തിൽ നിന്ന് അകലുകയും സ്നേഹിക്കപ്പെടുന്നതിൽ നിന്ന് അകലുകയും ആ സ്നേഹത്തിന് വേണ്ടി തീവ്രമായി ആഗ്രഹിച്ച് പല തെറ്റുകളിലേക്ക് പോവുകയും ചെയ്യും. നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് വേണ്ടി. അവരുടെ ഉള്ളിലേക്ക് അങ്ങയുടെ സ്നേഹം നിറയുവാനായിട്ട്, ആ സ്നേഹത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട്, ആ സ്നേഹം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് എല്ലാ യുവജനങ്ങളെയും തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് പരസ്പരം കരങ്ങൾ കോർത്ത് ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഇതാ അങ്ങയുടെ സ്നേഹം അവരുടെ ഹൃദയങ്ങളിലേക്ക് നിറയുവാൻ, തമ്പുരാനെ അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ, ആ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാതിരിക്കുവാൻ, ആ സ്നേഹം എപ്പോഴും അവരുടെ ഹൃദയത്തിൽ നിറയുവാൻ അങ്ങയുടെ അഭിഷേകം കൊണ്ട്, സ്നേഹം കൊണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും അനുഗ്രഹിക്കണമെന്നും അങ്ങയുടെ സ്നേഹത്തിൽ നിലനിർത്തണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതി സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ ആരാധന.
Christ in youth. ഈശോയുടെ സ്നേഹം നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കൂദാശകളിലൂടെയാണ്. വിശ്വാസ ജീവിതത്തിൻ്റെ അത്യന്താപേക്ഷിതമായ ഒരു ഭക്ഷണമാണ് കൂദാശ എന്ന് പറയുന്നത്. നമ്മൾ വിശ്വാസ ജീവിതത്തിൽ വളരണമെങ്കിൽ കൂദാശകളെക്കുറിച്ച് ആഴമായി അറിയേണ്ടതുണ്ട്. ഈ സ്നേഹ കൂദാശകളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുവാനും നമ്മുടെ വിശ്വാസ സംശയങ്ങളെ ദൂരീകരിക്കുവാനും ബഹുമാനപ്പെട്ട ജോളി വടക്കനച്ചനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു അച്ഛാ, സന്തോഷം. മക്കളെ സ്തുതിയായിരിക്കട്ടെ. സുഖമായിരിക്കുന്നോ? എല്ലാവരും സെറ്റാണ്. വെരി ഗുഡ്. വളരെ സന്തോഷം ഈ യുവജനങ്ങളോടൊപ്പം ഈ ഒരു എപ്പിസോഡിൽ ഇവരുടെ ഒരു ഭാഗമായി തീരാനായിട്ട്. കാര്യം ഞാൻ യുവാവല്ല, ഞാൻ സീനിയർ സിറ്റിസനാണ്. എങ്കിലും ഈ ഫ്ലോറിലേക്ക് വരുമ്പോൾ എനിക്കറിയാതെ തന്നെ ഒരു യുവത്വം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്ന് ദൈവസ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയായിരുന്നു, നിങ്ങൾ പങ്കുവെക്കുകയായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ ദൈവസ്നേഹത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് നമ്മെ നയിക്കാനായിട്ട് കൂദാശകൾ അതിനൊരു വഴിയാണ് എന്ന് അച്ഛൻ സൂചിപ്പിക്കുകയും ചെയ്തു. കത്തോലിക്ക സഭയ്ക്ക് മാത്രം അവകാശപ്പെടാവുന്നത് വചനം മാത്രമല്ല, വചനത്തെക്കാൾ ഉപരിയായിട്ട് അല്ലെങ്കിൽ വചനത്തോടൊപ്പം തന്നെ നമ്മെ ശക്തിപ്പെടുത്തുന്ന ഈ ഒരു പാരമ്പര്യത്തിൽ നിന്നുള്ള കൂദാശകൾ കൂടി നമുക്കെല്ലാവർക്കും അനുഭവവേദ്യമാകുന്നുണ്ട്. ഈ ദൈവസ്നേഹ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട്. കൂദാശകളെക്കുറിച്ച് അത്യാവശ്യമൊക്കെ നമുക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആണോ? എന്തെങ്കിലും കൂദാശയുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടോ? കൂദാശ എന്ന വാക്കിന് ഞങ്ങൾക്ക് പരിചിതമാണ്, പക്ഷെ അതിൻ്റെ മീനിങ് ഒന്ന് പറഞ്ഞുതരാം. കൂദാശ, വളരെ നല്ല ചോദ്യം. കൂദാശ എന്നുള്ള വാക്ക് അത് എങ്ങനെയാണ്, അതിൻ്റെ അർത്ഥം എന്താണ്, അതൊന്നും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാനായിട്ട്. വേദപാഠ ക്ലാസ്സുകളിൽ നമ്മളിത് കൃത്യമായിട്ട് പഠിക്കുന്നുള്ള 4ാമത്തെ ക്ലാസ്സിൽ നമ്മൾ വേദപാഠ ക്ലാസ്സിൽ കൂദാശകളെ കുറിച്ചൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. കൂദാശ എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധീകരിക്കുന്ന കർമ്മം എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? അതൊരു സുറിയാനി വാക്കാണ്. ആ വാക്കിൽ നിന്ന് അർത്ഥം വയ്ക്കുന്നത് വിശുദ്ധീകരിക്കുന്ന ഒരു കർമ്മം. സാക്രമെൻ്റ് എന്ന ഇംഗ്ലീഷ് വാക്ക് സാക്രമെന്തും എന്ന് പറയുന്ന ലത്തീൻ വാക്കിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം നമുക്കൊക്കെ അറിയാം. അതായത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കൂദാശ എന്ന വാക്കുകൊണ്ട് നമ്മൾ വിവക്ഷിക്കുക. അതായത് ഒന്ന്, അത് ഒരു വിശുദ്ധീകരിക്കുന്ന കർമ്മമാണ്, അല്ലേ? അദൃശ്യമായ ദൈവത്തിൻ്റെ വരപ്രസാദം എനിക്ക് ലഭിക്കുന്ന ഒരു കർമ്മമാണത്. അതിന് ദൃശ്യമായ ഒരു അടയാളം നിർബന്ധമായും അതിന് നമുക്കുണ്ടാകും. അത് ഈശോ മിശിഹായാൽ സ്ഥാപിതമാണ്. ക്ലിയറായോ? അപ്പോൾ കൂദാശ എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധീകരിക്കുന്ന കർമ്മം എന്ന് മാത്രമാണെങ്കിലും അതുകൊണ്ട് വിവക്ഷിക്കുന്നത് ദൈവവരപ്രസാദം, അദൃശ്യമായ ദൈവത്തിൻ്റെ വരപ്രസാദം ലഭിക്കാനായിട്ട് ഈശോ മിശിഹ സ്ഥാപിച്ച ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ. ക്ലിയറാണോ? അല്ലേ? അപ്പോൾ ആ കൂദാശകൾ, 7 കൂദാശകൾ സ്വീകരിക്കുന്നതിലൂടെ ആത്മാവിൽ വളരാനായിട്ടും ആത്മാവിൽ ദൈവവരപ്രസാദം നിറയാനായിട്ടും ദൈവസ്നേഹ അനുഭവത്തിലൂടെ കടന്നു പോകാനായിട്ടും സഭ നമുക്ക് നൽകുന്ന കൃപയുടെ നീർച്ചാലുകളാണ് ഓരോ കൂദാശയും. ആ കൂദാശകളെ നാം പല രീതിയിൽ കാണാറുണ്ട്, അല്ലേ? എന്തൊരു സംശയമുള്ളതുപോലെ കൂദാശകളെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ചോദിക്കാൻ വല്ലതുണ്ടോ? യുവ വൈദികരായിട്ടുള്ള അച്ഛന്മാര് അവര് ഞങ്ങളെപ്പോലെ തന്നെ ആ ഏജിലുള്ളവരാണല്ലോ. അപ്പൊ അവർക്ക് വൈബ്രന്റ് ആയിട്ടുള്ള ഈ വൈദികര്, അതെ, അപ്പൊ അവർക്ക് ഇതുപോലുള്ള ഞങ്ങളെ പോലുള്ള തെറ്റിലുള്ള ചിന്തകളും അവർക്ക് ഉണ്ടാവാറില്ലേ? അപ്പൊ അവരോടൊക്കെ കുമ്പസാരിക്കുമ്പോഴേക്കും അവർക്ക് എന്തായിരിക്കും ഉണ്ടാവുക തോന്നല്? എന്താണ് പേര്? സോണി. പേര് ഞാൻ മറന്നുപോയി. സോണിയുടെ ചോദ്യം അത് ചെറുപ്പക്കാരായ വൈദികർ മാത്രമല്ല, വൈദികരെല്ലാവരും തന്നെ ഒരു പക്ഷേ ബലഹീനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരും അങ്ങനെയുള്ള തെറ്റായ രീതിയിൽ ചിലപ്പോൾ ചിന്തിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള വൈദികർ ഈ കൂദാശകൾ പരികർമ്മം ചെയ്താൽ അത് ശരിയാകുമെന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത് സോണി? അതെ. അപ്പോൾ അവർക്ക് ഇതേപോലെ തോന്നലല്ലേ? അപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് കുമ്പസാരിക്കുമ്പോൾ ക്ലിയർ ആയി. കുമ്പസാരത്തെ കുറിച്ച് മാത്രമാണ് സോണിയുടെ പ്രധാനമായുള്ള സംശയം, അല്ലേ? ഈ സംശയം അത് ഈ ഫ്ലോറിൽ മാത്രമല്ല, ഒത്തിരിയേറെ വേദികളിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളൊരു വിഷയം തന്നെയാണ്, അല്ലേ? അച്ഛനറിയാം, നമുക്കറിയാം. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സഭ ആധികാരികമായിട്ട് ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു. സഭയിലെ ഏറ്റവും അറിയപ്പെടുന്നൊരു ദൈവശാസ്ത്രജ്ഞനായിട്ട് സഭ കണക്കാക്കുന്ന 13ാം നൂറ്റാണ്ടിലെ സെയിൻറ്റ് തോമസ് അക്വിനാസ് എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞനുണ്ട്.
അദ്ദേഹത്തിൻ്റെ സുമ്മാ തിയോളജിക്ക, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള, അത് മുഴുവനായിട്ട് പൂർത്തീകരിക്കാത്ത ഏറ്റവും കൂടുതൽ ആധികാരികതയോടുകൂടെ സഭ കാണുന്നൊരു ഗ്രന്ഥമാണ് ഈ സുമ്മാ തിയോളജിക്ക. ആ സുമ്മാ തിയോളജിക്കയിൽ സെയിൻറ്റ് തോമസ് അക്വിനാസ് പറയുന്നുണ്ട് എക്സ് ഓപ്പറെ ഓപ്പറാത്തോ, ലത്തീൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ ഒരു കൂദാശ പരികർമ്മം ചെയ്യുന്ന വ്യക്തിയുടെ യോഗ്യതയോ സ്വീകരിക്കുന്ന വ്യക്തിയുടെ അവൻ്റെ സാധ്യതകളോ നോക്കാതെ തന്നെ ആ കൂദാശ പരികർമ്മം ചെയ്താൽ അതിനാൽ തന്നെ അതിൻ്റെ ഫലം ആ കൂദാശയ്ക്കുണ്ടാകും. അതുകൊണ്ട് ബലഹീനനായ ഒരു വ്യക്തി വേണ്ടത്ര ഒരുക്കമില്ലാതെ ഈ കൂദാശകൾ പരികർമ്മം ചെയ്താലും ആ കൂദാശകളിലൂടെ പ്രവർത്തിക്കുന്നത് ആരാണ്? ക്രിസ്തുവാണ്, ഈശോ ആണ്. അപ്പോൾ ആ ഈശോ പ്രവർത്തിക്കുന്ന കൂദാശകളിൽ അതിൻ്റെ ഫലം തീർച്ചയായും ഉണ്ടാകും എന്നാണ് സഭ ആധികാരികമായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സംശയത്തിൻ്റെ ഒരു ലാഞ്ചന നമുക്ക് ആവശ്യമില്ല. ആര് പരികർമ്മം ചെയ്താലും, പരികർമ്മം ചെയ്യുന്ന വ്യക്തി അയോഗ്യനാണെങ്കിൽ പോലും ഈശോയാണ് ഓരോ കൂദാശയിലൂടെയും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കൂദാശ തീർച്ചയായും ഫലപ്രാപ്തകരമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. കൂദാശകൾ കൃപയുടെ നീർച്ചാലുകളാണ്, ദൈവവരപ്രസാദത്തിൻ്റെ സ്രോതസ്സുകളാണ്. ഈ കൂദാശകളെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ഇനിയുള്ള അവസരങ്ങൾ നമുക്ക് പരിശ്രമിക്കാം. നിങ്ങൾക്ക് കൂദാശകൾ സ്വീകരിച്ച് ആത്മാവിൽ കരുത്തുള്ളവരായി കൃപയിൽ നിറഞ്ഞ് പ്രവർത്തിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും സർവേശ്വരൻ നൽകട്ടെ എന്ന് അച്ഛനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. Christ in youth. ഒരാവൃത്തിയുടെ ഉള്ളിൽ മാത്രം കഴിഞ്ഞ ഒരു സന്യാസി, അയാളുടെ കുർബാനകൾക്ക് പതിവിലും നീളക്കൂടുതലായിരുന്നു. ഓരോ കുർബാനയിലും അദ്ദേഹം തിരുവോസ്തി ഉയർത്തുമ്പോൾ അയാളുടെ മനസ്സിൽ ഒറ്റ തേങ്ങൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈശോയെ, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അതിൻ്റെ ഒരു അംശം പോലും എനിക്ക് നിന്നെ തിരിച്ച് സ്നേഹിക്കാൻ സാധിക്കുന്നില്ലല്ലോ. മറ്റാരുമല്ല, വിശുദ്ധ പാതിരേ പിയോയാണ്. തിരുമുറിവുകൾ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി വേദനയോടെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും ആ മനുഷ്യൻ്റെ തേങ്ങൽ ഒന്ന് മാത്രം, ദൈവമേ, അങ്ങേ എനിക്ക് വേണ്ട രീതിയിൽ സ്നേഹിക്കാൻ സാധിക്കുന്നില്ലല്ലോ. ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട്. അപ്രകാരം സ്നേഹിച്ചവരുടെ ഒരു കൂട്ടായ്മയിലാണ് നമ്മൾ ഈ നിമിഷങ്ങൾ ചിലവഴിച്ചത്. ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡ് ചെയ്ത് നമ്മുടെ കർത്തവ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മനസ്സിൽ ആഴത്തിൽ പതിയട്ടെ, ഈശോയെ, എനിക്ക് നിന്നെ കൂടുതലായിട്ട് സ്നേഹിക്കണം. സൈനിങ് ഓഫ്, ക്രൈസ്റ്റ് ഇൻ യൂത്ത്.